എന്താ രേഖ കാണിച്ചത്? 50,000 രൂപ രേഖ ലിഫ്റ്റിൽ കൊണ്ടുവച്ചെന്നോ? ഈ രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനെ കുറിച്ച് രേഖയ്ക്ക് വിനോദിനോട് പറയാമായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും. കത്ത് കിട്ടിയപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല അജയ്. എനിക്ക് കിട്ടിയ പുതിയ ജീവിതം നഷ്ടപ്പെടരുതെന്നേ ആഗ്രഹിച്ചുള്ളൂ. അജയ് എനിക്ക് അയച്ച കത്ത് വിനുവേട്ടം കാണുമെന്ന് പേടിച്ച ഞാൻ ഒന്നും ആലോചിക്കാതെ രൂപ കൊടുത്തത്. എന്ത് ന്യായീകരണം പറഞ്ഞാലും വിഡ്ഢിത്തോ രേഖ കാണിച്ചത്. ഹലോ അജിത്. ഹലോ, എന്താ ലേറ്റ് ആയത്? രാവിലെ പുറപ്പെടാന്ന് കരുതിയതാ. ആന്റി വിട്ടില്ല. ഊണ് കഴിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. വരട്ടെ. ആ, അതെന്താ അജിത്ത് കയറുന്നില്ലേ? അയ്യോ ഇല്ല വിനോദ്, എനിക്ക് മിലിറ്ററി ക്യാമ്പ് വരെ പോയി എന്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നോ നോക്കണം. ഞാൻ നാളെ വരാം. ഒരു രക്ഷയില്ല. ഇന്നത്തെ രാത്രി താൻ എനിക്ക് തന്നേ പറ്റൂ. ന്യൂ ഇയർ അല്ലേ? എന്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ഏറ്റുപോയി. ഒന്നുമില്ലേലും പട്ടാളത്തിലെങ്കിലും നമുക്കൊരു പിടിയുണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. പിന്നെ ശ്രീമതി, ഞാൻ ഇന്നൊരു 2 പെഗ് പുറത്തുനിന്ന് കഴിക്കും. വിരോധമൊന്നുമില്ലല്ലോ? അപ്പൊ താൻ ക്യാമ്പിൽ പോയിട്ട് നേരെ ഇങ്ങി പോര്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? അജിത്തിനെ കണ്ടില്ലല്ലോ. ഇനി ആള് മുങ്ങി കാണൂ. ഏയ്, അജി വരാന്ന് പറഞ്ഞ വരും. എന്താ സാറേ ഇത്? ഞാൻ വിചാരിച്ചു സാർ മുങ്ങിന്ന്. അവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞപ്പോ കുറച്ച് വൈകി. ഞാൻ മൺഡേ ജോയിൻ ചെയ്യാം. വെരി ഗുഡ്, നമുക്കിറങ്ങാം. വരട്ടെ. കീ എടുക്കാൻ മറന്നു. രേഖേ, നിന്റെ ബാഗിലുണ്ടോ? നോക്കട്ടെ. താങ്ക് യു. ഇതിൽ എന്റെ കീയേ ഉള്ളൂ. ആ, അതെങ്ങിതാ. നിന്നെയും കൂടി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ വെറുതെ അവിടെ നിന്ന് ബോറടിക്കും. എല്ലാരും നല്ല തണ്ണിയിലുമായിരിക്കും. ഞാൻ വരുന്നില്ല. ന്യൂ ഇയർ ആണെന്നും പറഞ്ഞ് ഇന്ന് നല്ല ഫോമിലായിരിക്കും തിരിച്ചു വരുന്നതല്ലേ? ഓ, ന്യൂ ഇയറിന് 2 സ്മോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ അടിക്കുക അല്ലേ? നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമല്ലോ. ഞാൻ ഇരുന്നോളാം. വേഗം ഇങ്ങ് വന്നാ മതി. എന്റെ കീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ, പോവാം. ഞാൻ എന്റെ വണ്ടിയിൽ വന്നോളാം. ആ, ഓ, പേഴ്സ് എടുക്കാൻ മറന്നു. പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്താ വിനോട്ടാ? ഞാൻ പൈസ എടുക്കാൻ മറന്നു. അതെടുക്കാൻ വന്നാ? ഞാൻ എടുത്തുതരാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തുതരാം വിനോട്ടാ. വേണ്ടെന്നേ, ഞാൻ എടുത്തോളാം. വിനോട്ടാ, എന്താ ഇത്? അയ്യോ വിനോട്ടാ, താ വിനോട്ടാ. വേണ്ട, ഞാൻ എടുത്തുതരാന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തുതരാം വിനോട്ടാ. എന്താ ഇത്? ഞാൻ എടുത്തോളാന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാൻ എടുത്തുതരാം. ഞാൻ എടുത്താ എന്താ? ഹാൻഡ് ആയതാ വിനോട്ടാ. ഇല്ല. ആ, എന്നാ ശരി, നീ എന്നെ എടുത്തുക. എന്താ വിനോട്ടാ? ഒരു മഴയുടെ ലക്ഷണമുണ്ട്. കാർ പാർക്കിൽ നിന്ന് ക്ലബിലേക്ക് കുറച്ച് നടക്കണം. നീ ആ കുടയും എടുത്തേ. ആ,
വെരി ഗുഡ്. വാട്ട്സ് ദ ടൈം നൗ? എന്റെ വാച്ച് നിന്നുപോയി. 12:08. എക്സ്ക്യൂസ് മീ, എനിക്ക് ഓഡിറ്റർ എന്ന് വിളിക്കണം. ഞാൻ ഇപ്പൊ വരാം. Wish you a very very happy new year, my dear Annie. Thank you. എക്സ്ക്യൂസ് മീ, ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു ഹാപ്പി കിസ് തന്നൂടെ നിനക്ക്? താങ്ക് യു മൈ ഡിയർ സ്വീറ്റി. ദെൻ ടേക്ക് മൈ കിസസ്. സോറി, അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യണമായിരുന്നു. ഒരാൾ സംസാരിക്കുന്ന കണ്ടില്ലേ? അതല്ല, എനിക്ക് ദാ ഇത് കണ്ടോ, ഈ കോയിൻസ് അത്രയും തീരാതെ ഈ റിസീവർ ഞാൻ താഴെ വെക്കുന്ന പ്രശ്നമേ ഇല്ല. ആനി മുതൽ സീനത്ത് വരെ എന്റെ കോളിനായി വെയിറ്റ് ചെയ്യുക. മിസ്റ്റർ, എല്ലാരോടും ഞാൻ തന്നെ പറയണ്ടേ ന്യൂ ഇയർ? പ്ലീസ്, ഇതൊരു സീരിയസ് കേസാ. മരിച്ചു പോകുന്ന കേസൊന്നും അല്ലല്ലോ. ഹലോ, ഇത് ഞാനാ ദീനെ. ESP യോ? ഓ സോറി സാർ, റോങ് നമ്പർ സാർ. ഹാപ്പി ന്യൂ ഇയർ സാർ. ഓ ഓ സോറി സാർ, പ്ലീസ്. താങ്ക് യു സാർ. എടോ, താൻ ഇവിടെ നിൽക്കുന്നുണ്ടാ ഈ റോങ് നമ്പർ വീഴുന്നത്? ഇനി താൻ ചെയ്തിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓരോ പണ്ടാരങ്ങൾ മെനക്കെടുത്താൻ കയറി വന്നോളൂ. ഛേ, ഹലോ 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 ഹലോ.
രേഖേ, ഇത് ഞാനാ വിനോദ്. വിനോട്ട വേഗം വരണം. ഇവിടെ എന്നെ ഒരാൾ കൊല്ല. വിനോട്ട വേഗം വരണം. രേഖേ, ഞാൻ ഇപ്പൊ വരാം, ഉടനെ എത്താം. എന്താ ഇത്? കരയാതിരിക്ക്. വാ. ഏയ്, ഒന്നുമില്ലെന്നേ, നീ സമാധാനമായിട്ട് കിടന്നോളൂ, ഞാൻ എല്ലാം നോക്കിക്കോളാം. നീ എന്തായി നോക്കുന്നത്? നല്ല തലവേദന, മരുന്നുണ്ടോന്ന്. ഇതാ, പോയി കിടന്നോളൂ. നീ പോലീസിൽ അറിയിച്ചോ? ഇല്ല, വിനോട്ടം വന്നിട്ട് ഞാൻ അറിയിച്ചോളാം. വിട മാട്ടാനെ. हेलो, हेड कांस्टेबल धीर राघवम पेशरे माडरा. वेरी गुड वेरी गुड वेरी गुड. ಕೊಲೆಯಾ? ಕಡವಳೆ ಕೊಲೆ ಕೊಲೆ. ಅಯ್ಯೋ, ಹೆಂಗೆ ಕೊಲೆ? ಯಾರು ಕೊಲೆ? ಎಪ್ಪ ಕೊಲೆ ಕೊಲೆ ಕೊಲೆ. ಬರ್ರೆ ಬರ್ರೆ ಸಾರ್, ಕೊಲೆ ಸಾರ್ 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 ಕೊಲೆ ಕೊಲೆ ಸಾರ್. ಎಂದಿಗೆ ಸರ್ ಕೊಲೆ? ಹಿಂಗೆ ಹಿಂಗೆ ಇಲ್ಲ ಸರ್, ಹಿಂಗೆ ಹಿಂಗೆ ಹಂಗೆ ಫೋನ್ಲೆ ಫೋನ್ಲ. ஹலோ, நீங்க யாரு? இப்ப எங்க இருந்து பேசுறீங்க? ஆமா, இதோ வரேன். ஜேம்ஸ் சார், ஜீப் ரெடியா? ரெடி சார். தீரன் புறப்படு. சார், நான் வரணுமான்னு கேட்டேன். இந்த ஜெயிம்ஸ் ராஜன் வந்தா போதுமே. ஏன்? மாடுற ஆச்சே.
என்ன பயமா? அப்படி ஒண்ணும் இல்ல, தைரியம் இல்லை. சீக்கிரமாயா. வீரம் தானே, வாங்க. என்னாக போகுதோ. Well, നിങ്ങളെ കൊല്ലാൻ വന്നു എന്ന് പറയുന്ന ഈ റോബർട്ടിനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായി കാണാണ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും. ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല വിനോട്ട. എന്താ സാർ ഇത്? ആകെ ഭയന്നിരിക്കുമ്പോ ആവശ്യമില്ലാത്തതൊക്കെ ചോദിച്ച് അവളെ വേദനിപ്പിക്കുന്നത്. റോബർട്ടിനെ അവൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ വിനോദ് മേനോൻ, നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർക്കാനാണ്. ഇറ്റ് ക്യാൻ ബി ഇൻ യുവർ ഫേവർ ഓൾസോ. ബൈ ദ ബൈ, അവൻ ഏത് വഴിയായിരിക്കും ഇതിനകത്ത് കടന്നിട്ടുള്ളത്? ലോണിലൂടെ വന്ന് ഈ ഗാർഡൻ ഡോർ വഴിയായിരിക്കും അവനകത്ത് കടന്നിട്ടുള്ളത്. നോ, യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ മേനോൻ. റോബർട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഡോർ വഴി തന്നെയാണ്. കാരണം അയാൾ ഇട്ടിരുന്ന കാൻവസ് ഷൂവിൽ ഇവിടുത്തെ ഈ പുതിയ കാർപ്പറ്റിന്റെ ഫൈബർ ഒട്ടിയിരുന്നു. അകത്ത് വരുന്നതിന് മുമ്പ് അയാളുടെ ഷൂ ഈ കാർപ്പറ്റിൽ തുടച്ചിരിക്കണം. എന്നാൽ പൂട്ടിയിട്ടിരുന്ന ഈ കതക ഒരു പ്രയാസവും കൂടാതെ തുറന്ന് അവൻ എങ്ങനെ ഇതിനകത്ത് കയറി? എനി ഐഡിയ? ഇന്നലെ ഞാനും അജിത്തും പാർട്ടിക്ക് പോയ ശേഷം എന്തെങ്കിലും ആവശ്യത്തിന് നീ കഥ തുറന്നോ? ഇല്ല. അന്ന് എന്റെ ഹാൻഡ് ബാഗ് കാണാതായ ശേഷം കീ അതിൽ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഹാൻഡ് ബാഗ് എവിടെ വെച്ചാണ് കാണാതായത്? സർ, കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ ഹനീഫാസിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ രേഖയുടെ ഹാൻഡ് ബാഗ് അവിടെ മറന്നു വെച്ചു. പക്ഷെ അടുത്ത ദിവസം തന്നെ കിട്ടുകയും ചെയ്തു. ഐ സി. ഹാൻഡ് ബാഗ് തിരിച്ചു കിട്ടിയപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരുന്നു? ഇല്ല സാർ, എല്ലാം ഉണ്ടായിരുന്നു. ക്യാഷ്, ചെക്ക് ബുക്ക്, ക്രെഡിറ്റ് കാർഡ്സ്, എനി ലെറ്റേഴ്സ്? നന്നായി ഓർമ്മിച്ചു പറയൂ. ഇല്ല സാർ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് മിസ്റ്റർ അജിത്ത്, രേഖയുടെ ആന്റിയുടെ മാന. ലഫ്റ്റനന്റ് അജിത് കുമാർ. സാറിന് എങ്ങനെ അറിയാം? ഞാൻ പോലീസുകാരനാ. വെൽ, അജിത്തും വിനോദും തമ്മിൽ എത്ര കാലത്തെ പരിചയമുണ്ട്? ഞങ്ങൾ ഈ അടുത്ത പരിചയപ്പെട്ട്. അജിത്തും രേഖയും കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്നവരാ. നോ നോ നോ, നിങ്ങളോടല്ല ചോദിച്ചത്. അമ്മാവന്റെ മരണശേഷം ഞങ്ങൾ പരിചയപ്പെട്ട്. ഇന്നലെ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ന്യൂ ഇയർ പാർട്ടിക്ക് പോയത്. എത്ര മണി വരെ വിനോദ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? അപ് ടു 11:52. ഹൗ കാൻ യു റിമെമ്പർ ദ ഷാർപ്പ് ടൈം സോ എക്സാക്ട്ലി? വിനോദിന്റെ വാച്ച് നിന്ന് പോയപ്പോ എന്നോട് സമയം ചോദിച്ചിട്ടാ ഫോൺ ചെയ്യാൻ പോയത്. അപ്പോൾ മിസ്സിസ് രേഖയ്ക്ക് ഫോൺ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഈ വിവരം അറിയാൻ കഴിഞ്ഞത് അല്ലേ? ഓഡിറ്റർക്ക് ഫോൺ ചെയ്യാൻ പോകുന്നല്ലേ വിനോദ് എന്നോട് പറഞ്ഞത്.
അത് എന്റെ പോക്കറ്റ് ഡയറി മറന്ന കാര്യം ടെലിഫോൺ ബൂത്തിൽ ചെന്നപ്പോഴാ ഓർത്തത്. രേഖയുടെ നമ്പർ ചോദിക്കാന്ന് കരുതി. എന്നിട്ട് ഓഡിറ്റർക്ക് ഫോൺ ചെയ്തോ? ഇല്ല, അതിനു മുമ്പ് രേഖയ്ക്ക് ഫോൺ ചെയ്തപ്പോഴാ. ഓക്കെ മിസ്റ്റർ അജിത്, നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പർ ഇതിലൊന്ന് നോട്ട് ചെയ്താൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ കോൺടാക്ട് ചെയ്യാമല്ലോ. ഷുവർ. എന്നാ ധീരരാഗൻ, വണ്ടി റെഡിയാച്ചാ? கொஞ்சம் கூட ஒர்க் இருக்கு சார். டூல்ஸ் ஒண்ணுமே இல்லை. ഞാൻ പോയി വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വരട്ടുമാ? ക്യാൻ യു ഡു മീ എ ഫേവർ മിസ്റ്റർ വിനോദ്? യെസ്, നിങ്ങളുടെ വണ്ടിയുടെ ടൂൾസും തന്നാൽ. ഓഫ് കോഴ്സ്. വെൽ മിസ്സസ് രേഖ, നിങ്ങൾ തമ്മിൽ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? എന്താണ് സാർ? അല്ല, ഈ അടുപ്പം. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബാഗ് തിരിച്ചു കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ലെറ്റർ കാണാതായില്ലേ? ഇല്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ അഫയർ നിങ്ങളുടെ ഭർത്താവിന് അറിയാമോ? അതിന് ഞങ്ങൾ തമ്മിൽ അത്രത്തിൽ അടുപ്പമില്ലല്ലോ. മിസ്റ്റർ അജിത് കുമാർ, ഒരു എവിഡൻസും ഇല്ലാതെ ഞങ്ങൾ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. നിങ്ങൾ മിസ്സിസ് രേഖയ്ക്ക് അയച്ച കത്ത് കൊല്ലപ്പെട്ട റോബർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടി. പിന്നെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ആ കത്തിന്റെ കാര്യം വിനോട്ടിന് അറിഞ്ഞൂടാ. അപ്പോൾ മരിച്ച റോബർട്ട് ആ കത്ത് കാണിച്ച് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? സാറ് പറഞ്ഞ പോലെ രേഖയോട് പണം ആവശ്യപ്പെട്ട് കത്ത് വന്നത് ശരിയാ. പക്ഷെ അത് റോബർട്ട് അയച്ചാണോ എന്നറിയില്ല. നിങ്ങൾക്ക് രേഖയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത് കൂടുതൽ വഷളാക്കരുത്. എന്റെ ചോദ്യങ്ങൾ രേഖയ്ക്ക് മറുപടി പറയാനുള്ളതാണ്. നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറയുക. നിങ്ങൾ പറയുന്ന ഓരോ വാചകവും കോടതിയിൽ നിങ്ങൾക്കെതിരായി നിൽക്കാം. എത്ര പ്രാവശ്യം റോബർട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്? ഇല്ല സർ, ഞാൻ റോബർട്ടിനെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. എങ്കിൽ അയാൾ എങ്ങനെ ഡോർ തുറന്നകത്ത് കിടന്നു? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഫ്രണ്ട് ഡോറിന് 2 കീയാണുള്ളത്. ഒന്ന് എന്റെ സോറി, കയ്യിൽ. ഇതാ സാർ, ഒന്ന് എന്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും കഥ തുറന്നു കൊടുക്കാതെ റോബർട്ടിന് ഇതിനകത്ത് കയറാൻ കഴിയില്ല. അതും ഒരു ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം. ദാറ്റ്സ് എ വെരി ഫൂളിഷ് സ്റ്റേറ്റ്മെന്റ് ഇൻസ്പെക്ടർ. രേഖയെ കൊല്ലാൻ വന്ന ഒരുവന് അവൾ തന്നെ കഥ തുറന്നു കൊടുക്കൂ? ആ മനുഷ്യൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. ഇത് കണ്ടോ സാർ, രേഖയുടെ കഴുത്തിൽ സ്കാർഫ് കൊണ്ട് മുറുക്കിയ പാട്? ഇത്തരം പാടുകൾ സ്വയം ഉണ്ടാക്കിയതായിക്കൂടുന്നുണ്ടോ? ഇൻസ്പെക്ടർ, നിങ്ങളാണ് ഈ കേസ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഇതേക്കുറിച്ച് നിങ്ങൾ രേഖയോടൊന്നും ചോദിക്കണമെന്നില്ല. ഞാൻ എന്റെ അഡ്വക്കേറ്റിന് ഫോൺ ചെയ്യാൻ പോവാ. കൂൾ ഡൗൺ മിസ്റ്റർ വിനോദ് മേനോൻ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് മാത്രം. വേണ്ട, ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം.